ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് സിമ്പിളും വളരെ ഫെമിലിയറുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. വെറും 2-3 മിനിറ്റ് മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. പിന്നെ മലബാർ ഏരിയകളിലൊക്കെ ഒരുവിധം എല്ലാവരും ചെയ്യുന്ന റെസിപ്പി കൂടിയാണ്. പക്ഷേ മുമ്പ് ഞാനൊരു ഓട്ടടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഷെയർ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത നല്ല എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ. മടി പിടിച്ചെടുക്കുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ്. പിന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം പുതിയ ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു നീർദോശ അല്ലെങ്കിൽ സീയപ്പം ഇങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ആവാം. തേങ്ങ കൂടുതൽ ഉണ്ടായാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, ഓരോ പൊടിയുടെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയായാലും നല്ല ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇതുപോലെ ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. പിന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല കട്ടിക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താലും മതി മാവ്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോ തവി വീതം മാവ് ഇതുപോലെ വീശി ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാവ് ഒഴിക്കുന്ന അളവ് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ 1.5 തവി വീതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് എല്ലാ ഭാഗവും കവറായിട്ട് വന്നാൽ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കാം. ശേഷം 1 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. അടപ്പ് തുറന്നതിന് ശേഷം 1 മിനിറ്റും കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ പാനിൽ നിന്ന് മാറ്റാം. പിന്നെ ദോശ ചുട്ടെടുക്കുമ്പോൾ ഓരോന്നും ചൂടോടുകൂടി തന്നെ മറ്റൊരു ദോശയുടെ മുകളിൽ വെക്കരുത്. ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. പിന്നെ നോൺ സ്റ്റിക്ക് പാനിന് പകരം സാധാരണ ദോശക്കല്ല്, ഇരുമ്പിൻ്റെ ദോശക്കല്ല് വെച്ചിട്ടും ചുട്ടെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം മാത്രം ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ദോശയുടെ ബാറ്റർ തയ്യാറാക്കിയെടുത്ത സമയത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് നല്ല ജീരകവും ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ 2 പാനൊക്കെ ഉണ്ടെങ്കിൽ 2 അടുപ്പിലായിട്ട് വെച്ചിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.